നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഫെബ്രുവരി 5-നാണ് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജാഥ ഫെബ്രുവരി 25-നാണ് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഷെഡ്യൂളിൽ മാറ്റം വരുത്തണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 15-ാം കേരള നിയമസഭയുടെ 10-ാം സമ്മേളനത്തിന്റെ തീയതി ഇന്നലെയാണ് സ്പീക്കർ പ്രഖ്യാപിച്ചത്. സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5-ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കുക. 2 ഘട്ടമായി മാർച്ച് 27 വരെ നീളുന്ന രീതിയിൽ സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനമാണ് ചേരുന്നത്. 25-ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയായിരിക്കും സമ്മേളനം ആരംഭിക്കുക. ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി 14 വരെയായിരിക്കും സഭ സമ്മേളിക്കുക. 12 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഫെബ്രുവരി 26-ന് വീണ്ടും ചേരും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ സമ്മേളനം വെട്ടിച്ചുരുക്കി വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി സഭ നേരത്തെ പിരിയും. KPCC സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥയായ സമരാഗ്നിയിൽ നവകേരള സദസ്സ് മാതൃകയാക്കി പ്രഭാത യോഗങ്ങൾ സംഘടിപ്പിക്കാൻ നേതൃത്വം. അവശ്യ വിഭാഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും സർക്കാർ അവഗണിച്ചവരെ കേൾക്കുമെന്നും നേതൃത്വം അറിയിച്ചു. അതിഥികളായി പൗരപ്രമുഖർക്ക് പകരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളെ പങ്കെടുപ്പിക്കാനാണ് ധാരണ. കർഷകർ, തൊഴിലാളികൾ, KSRTC പെൻഷൻകാർ, ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർ, തൊഴിലന്വേഷകരായ യുവാക്കൾ തുടങ്ങിയവരെ യോഗത്തിലേക്ക് ക്ഷണിക്കും. ജാഥാംഗങ്ങളായ കോൺഗ്രസ് നേതാക്കൾ ഇരുവരുമായി ചർച്ച നടത്തും. ഇതിനൊപ്പം ഓരോ ജില്ലയിലും വ്യത്യസ്ത വിഭാഗങ്ങളുമായി നേതാക്കൾ പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തും. കണ്ണൂരിൽ കൈത്തറി തൊഴിലാളികൾ, വയനാട്ടിൽ ആദിവാസികളും കാപ്പി കർഷകരും, ആലപ്പുഴയിൽ കയർ മത്സ്യത്തൊഴിലാളികൾ, കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളികൾ തുടങ്ങിയവരെയാണ് പരിഗണിക്കുന്നത്. സമരാഗ്നിയിൽ ദേശീയ നേതാക്കളായ പ്രിയങ്ക ഗാന്ധിയും സച്ചിൻ പൈലറ്റും പങ്കെടുക്കും. തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവരും സമരാഗ്നിയുടെ ഭാഗമാകും. ഫെബ്രുവരി 9-ന് കാസർഗോഡ് ജാഥയ്ക്ക് തുടക്കം കുറിക്കും. KC വേണുഗോപാൽ സമരാഗ്നി ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനങ്ങളിൽ 10,000-ങ്ങളെ അണിനിരത്താനാണ് തീരുമാനം. ജില്ലാ തലങ്ങളിൽ സംഘാടക സമിതി രൂപീകരണം ഇന്നു മുതൽ തുടങ്ങും. KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്നാണ് സമരാഗ്നി സംസ്ഥാന ജാഥ നയിക്കുന്നത്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും യാത്രയുണ്ടാകില്ല. 3-4 മണ്ഡലങ്ങൾക്ക് ഒരു പരിപാടി എന്ന നിലയ്ക്ക് ജാഥ സംഘടിപ്പിക്കാനാണ് തീരുമാനം. 32 പൊതുസമ്മേളനങ്ങൾക്കാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ വാർത്താസമ്മേളനം ഉണ്ടാകും. 16 ദിവസം നീളുന്ന സമരാഗ്നി പര്യടനം 27-ന് തലസ്ഥാനത്ത് അവസാനിക്കും. സർക്കാരിനെതിരായ വികാരമുയർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ജനകീയ പ്രക്ഷോഭ ജാഥയുടെ സംഘാടക സമിതിക്ക് KPCC രൂപം നൽകിയിരുന്നു. 11-അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ് MP, T. സിദ്ദീഖ് MLA, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ KC ജോസഫ്, AP അനിൽകുമാർ, ജോസഫ് വാഴിക്കൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ TU രാധാകൃഷ്ണൻ, K. ജയന്ത്, നേതാക്കളായ ഷാഫി പറമ്പിൽ MLA, VS ശിവകുമാർ, N. സുബ്രഹ്മണ്യൻ, ബിന്ദു കൃഷ്ണ എന്നിവരാണ് സമിതി അംഗങ്ങൾ. 2024 ജനുവരി മാസം 21-ന് ആരംഭിച്ച് ഫെബ്രുവരി മാസം പകുതിയോടെ അവസാനിപ്പിക്കാനായിരുന്നു സംഘാടക സമിതിയുടെ തീരുമാനം. എന്നാൽ ജനുവരിയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ തീയതി നീട്ടിവെക്കുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, നന്ദി പ്രമേയ ചർച്ച, ബജറ്റ് അവതരണം എന്നിവ നടക്കുന്ന ഈ സഭാ സമ്മേളനം പ്രതിപക്ഷത്തിനും വളരെ നിർണായകമാണ്. തൊട്ടുപിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് തീയതി മാറ്റിയത്.